ഈശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സ്പോൺസേഡ് പ്രോഗ്രാമായ ഇൻചോടിഞ്ച് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മത്സരാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എന്താ പേര്? ശ്രുതി. സ്ഥലം? സ്ഥലവും മറന്നല്ലേ, 2 കൊമ്പല്ലുണ്ടല്ലേ. എന്ത് ചെയ്യുന്നു അപ്പോ? ഏത് ക്ലാസ്സിലാ? ഇനി 9th. ഹൗസ് വൈഫാണ്. ഓക്കെ, അമ്മയും മകളുമാണല്ലേ? ആണല്ലോ. അപ്പോൾ എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം. ഇൻചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. 10 രസകരമായ കുസൃതി ചോദ്യങ്ങൾ ചോദിക്കും. ആൻസർ അറിയാവുന്നുള്ളത് പറയുക, ഒന്നും മനസ്സിൽ വെച്ചേക്കരുത്. അവസാനം എനിക്കത് പറയാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഒന്നും വേണ്ട. ഇഷ്ടംപോലെ ക്ലോസ് തരും. തെറ്റിയാലും ഒരു കുഴപ്പമില്ല. ഇഷ്ടംപോലെ ക്ലൂസ് തരും. 20 സെക്കൻഡിനുള്ളിൽ അറിയാവുന്ന ആൻസർ പറയുക. ആരാണോ കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ വിജയി. അമ്മയും മകളും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതാണ്? വീട്ടിൽ നമ്മൾ എല്ലാ ദിവസവും കുടിക്കുന്ന സാധനമാണ്. ഗ്രീൻ ടീ എല്ലാം കുടിക്കുന്ന സാധനമാണ്. 3 മണി സമയമാകുമ്പോൾ ചിലർക്കൊക്കെ ഇത് കുടിച്ചാലേ പറ്റൂ. ചായ. പക്ഷെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല ഏതെന്ന് പറയും. ഇല. ഇതിൽ കൂടുതൽ ക്ലൂ ഞാൻ എന്ത് തരാം? കുടിക്കാൻ ഉപയോഗിക്കുന്ന ഇല, അതെന്തില്ല? സാധനം ഇടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നോക്കൂ, അതിലുണ്ട്. എനിക്ക് വയ്യ, എന്റെ ആൻസർ ഞാൻ പറയണം. ക്വസ്റ്റ്യനും ഞാൻ ചോദിക്കണം. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മീര ചേച്ചിക്ക് 1 പോയിന്റ് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ, കടയിൽ കിട്ടാത്ത മാവ് ഏതാണ്? കടയിൽ ഈ ഒരു സാധനം കിട്ടേയില്ല, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എപ്പോഴൊന്നും പക്ഷെ കാണാൻ പറ്റത്തില്ല. ആത്മാവ്. ക്ലൂ എന്ന് മനസ്സിലായി. 2 ക്വസ്റ്റ്യന്റെ ആൻസറായി. അടുത്ത ക്വസ്റ്റ്യൻ, ആരും ആഗ്രഹിക്കാത്ത ഒരു പണം എന്താണ്? അയ്യോ, പോയി, തീർന്നു. ആരോ പറഞ്ഞു കേട്ടു അല്ലേ? എന്താണോ പണം? ആരോ പറഞ്ഞു കേട്ടിട്ടുള്ള ആ പണം എന്താണ്? അയ്യോ, എന്നിട്ടും കിട്ടിയില്ല. ആരോ എവിടെയോ, ആരാ അത് പറഞ്ഞത്? എവിടെയോ കേട്ടു, ആരോ പറഞ്ഞു. എന്താണ് ആ പണം? മറന്നു, വീണ്ടും മറന്നു. ഒരു ഇത്രയും നേരം ചോദിച്ച ആ ഒരു സംസാരത്തിനകത്ത് തന്നെ എന്റെ 2 വാക്കുകൾ അടങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ പറയത്തില്ല, ഇനി നിങ്ങൾ കണ്ടുപിടിക്കും. ആരും ആഗ്രഹിക്കാത്ത പണം. ആർക്കും ഈ ഒരു പണം മാത്രം വലിയ ആഗ്രഹമില്ല. ഇവിടുത്തെ ആരോ പറഞ്ഞില്ലേ? യെസ്, കറക്റ്റ്. ആ പണം എന്താണ്? ആ പണം ആലോചിക്കുകയാണ്. ടൈം ഔട്ടായി. ഞാൻ പറഞ്ഞില്ലേ, ആരോ പറഞ്ഞത്. ഞാൻ എന്തിനാ ചോദിച്ചേ? ആരോ പണം പറയാനാ? ആരോ പണം ആരാണ്? അതാണ് വീണ്ടും വീണ്ടും ചോദിച്ചത്. ആരോ പറഞ്ഞു. ഒരു രക്ഷയില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും ഇഷ്ടപ്പെടാത്ത ദേശം എന്താണ്? ഉപദേശം. ഉപദേശിക്കാറുണ്ടോ മോള് കൂടെ? ചോദിക്കും. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ച ആളല്ലല്ലോ ആൻസർ പറഞ്ഞേ. 2 ക്വസ്റ്റ്യന്റെ ആൻസർ ആയില്ലേ? 2, 3. ഓക്കെ, മോള് 0. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം പോകാൻ പറഞ്ഞിട്ട് പിന്നെ തിരികെ വിളിക്കുന്ന സ്ഥലം. കണ്ടോ, ഉഷാറായി വരണുണ്ട്. പോയിന്റ് കിട്ടാതെ വന്നപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ? സ്ക്രൂ ഡ്രൈവർ. കറക്റ്റ്. അമ്മയുടെ അടുത്തെത്തി. അടുത്ത ക്വസ്റ്റ്യൻ, വെട്ടും തോറും നീളം കൂടുന്നത് വഴി. അമ്മയും മകളും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രേക്ഷകരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു പോരാട്ട സ്വപ്നങ്ങളിൽ മാത്രം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആരും യാത്ര ചെയ്യാത്തൊരു ബസ് ഉണ്ട്. സിലബസ് കറക്റ്റ് ആൻസർ ആണ്. അറിയായിരുന്നു, പക്ഷേ പറയാൻ പറ്റില്ല. 4, 3. അടുത്തെത്തി. അടുത്ത ക്വസ്റ്റ്യൻ, പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല. പറയുമ്പോൾ ഇതിന് നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല. എന്താണ്? അമ്മയും മകളും തമ്മിൽ ഭയങ്കര പോരാട്ടമാണ്. 4, 3, 3:4 എന്ന പ്രൊപ്പോർഷനിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമൊന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ ഒരു സാധനം യൂസ് ചെയ്താലേ പറ്റൂ. ആ ഒരു കുറച്ച് ചൂടാക്കിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൽ കൂടുതൽ ക്ലൂ ഒന്നും ഞാൻ തരത്തില്ല. ചിലര് അങ്ങനെ കഴിക്കുന്നവര് കുടിക്കുന്നവരുണ്ട്, ചിലര് ചൂടാക്കിയിട്ട്
എന്ത് വെള്ളം? എന്ത് വെള്ളം? പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല. എന്താണ്? നാരങ്ങ. കറക്റ്റ് ആൻസർ വരട്ടെ. പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറം. പറയുമ്പോൾ അതിലൊരു നിറവും കൂടി ഉണ്ട്. ടൈം ഔട്ടായി. ഞാൻ തന്നെ പറയാം. പച്ച വെള്ളം. പച്ച ചേർക്കാൻ മറന്നുപോയി. അങ്ങനെ മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എപ്പോഴും ചെവിയിൽ കാൽ വെച്ചിരിക്കുന്നത് ആരാണ്? കണ്ണാടി. അപ്പൊ അമ്മയും മകളും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ട് രണ്ടുപേരും നല്ല ടൈ ആയിട്ട് മത്സരിച്ച് 4:4 എന്ന അനുപാതത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാം. 10 ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരാണോ അതിന് ആൻസർ പറയുന്നത് അവരെ വിജയായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. തലയിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാള അക്ഷരം ഏതാണ്? തലയിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാള അക്ഷരം ഏതാണ്? കുട്ടിക്കാലത്തേക്ക് നമ്മൾ വെക്കാറുണ്ട് ഈ ഒരു സാധനം. തലയിലിരിക്കാൻ ഇഷ്ടപ്പെടുന്ന മലയാള അക്ഷരം ഏത്? മൈ ഗോഡ്, ബോയാന്ന് വരെ ചോദിച്ചു. ഏതാണ് അക്ഷരം? സി അല്ല. അതിനൊക്കെ തിരിച്ചിട്ടു. മോയാന്ന് ചോദിച്ചിട്ട് അതിനെ അങ്ങ് തിരിച്ചിട്ട്. മലയാള അക്ഷരം. സിയോ റാ കറക്റ്റ് ആൻസറാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വന്തം ചേച്ചിയാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയി. അവൾ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹോപകാരം. എന്നാൽ ഇന്നത്തെ മത്സരാർത്ഥി സമ്മാനം വാങ്ങാൻ കൂട്ടുന്നില്ല. കാര്യം തന്റെ മകൾ അത് വാങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. വാങ്ങിച്ചോളൂ. ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ.